ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നതേ നമ്മളൊരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു 4 to 5 മീഡിയം സൈസ് ചിക്കൻ പീസസ് ആണ് എടുത്തിട്ടുള്ളത്. ബോണും ബോൺലെസ്സും എടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ശേഷം ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് അതിലേക്ക് നമ്മൾ 1.5 ടീസ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് നെയ്യോ ബട്ടറോ സാധാരണ വെജിറ്റബിൾ ഓയിലോ ചേർക്കാവുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ചിക്കനെ ഒന്ന് ഒരു 5 മിനിറ്റ് മൊത്തത്തിലൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 സൈഡും ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു മെത്തേഡുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ബോയിലിംഗ് മെത്തേഡും ഉണ്ട്. അപ്പം ഇത് ഒരു പ്രത്യേക ഫ്ലേവർ നമ്മുടെ ചിക്കന് തരുന്നതിന്, സൂപ്പിന് തരുന്നതിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു 2 to 3 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 4 to 5 നമ്മുടെ ഗാർലിക്ക്, വെളുത്തുള്ളിയുടെ അല്ലികളാണ്. സോ അതും കൂടെ എന്ത് ചെയ്യുക, നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി ഈ നമ്മുടെ ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഒരു 1 to 2 മിനിറ്റ്, അപ്പോൾ ടോട്ടൽ 5 മിനിറ്റ് നമ്മളിങ്ങനെ ഈ ചിക്കൻ ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് വെളുത്തുള്ളിയോടൊപ്പം കിടന്നൊന്ന് അപ്പോൾ തിരിച്ചു മറിച്ചു വിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് 750 ml വെള്ളമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതല്ല, നമുക്ക് 750 മുതൽ 1 ലിറ്റർ വെള്ളം വരെ നമുക്കിവിടെ ചേർക്കാവുന്നതാണ്. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഒരു മീഡിയം സൈസ് പീസായിരുന്നു. അതുപോലെ തന്നെ ഒരു മീഡിയം ക്യാരറ്റും ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ചിക്കൻ കുരുമുളക് പൊടിയിലും ഉപ്പിലുമാണ് വേവിച്ചെടുക്കുന്നത്. സോ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ബോയിലിങ് തിള വരുന്നിടം വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. തിള വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഇനി ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇൻ ബിറ്റ്വീൻ എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും സവോളയും ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്കിനി ഇത് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾക്ക് ചിക്കൻ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ചിക്കൻ പീസസ് എടുക്കുമ്പോൾ നമ്മുടെ എല്ലും കൂടെ ഉള്ള പീസസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിവിടെ ഇരുന്ന് ബോയിലാവട്ടെ. അതിലേക്ക് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി ഒരു കുറുകി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലോറാണ് യൂസ് ചെയ്യുന്നത്. കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലോട്ട് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ശേഷം ഇതിലേക്ക് അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്നതാണ് ഒരു മുട്ട. ഞാനിവിടെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും എടുത്തിട്ടുണ്ട്. സോ അതും എന്ത് ചെയ്യുക, നന്നായിട്ട് നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇത് രണ്ടും അവിടെ മാറ്റി വെക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റത്തേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു ബോയിൽ ചെയ്ത് വരണം. അപ്പോൾ എന്താണ്, നമ്മൾ ആ ഒരു 1 ലിറ്ററിൽ 750 ml വെള്ളം ഒഴിച്ചതിന് വറ്റി വരും. നന്നായിട്ട് ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് എല്ലാം ഇറങ്ങി നല്ല അടിപൊളി ഒരു ഫ്ലേവറിലോട്ട് വരും. ചിക്കൻ എന്തെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം. സോ അതിന് നമ്മൾ ആ ചിക്കൻ പീസസ് ആ സൂപ്പിൽ നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഒരു ഫോർക്കോ ആ ചൂടോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൈ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫോർക്കും സ്പൂണും വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ വെന്തതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഷ്രെഡ് ചെയ്ത് വെക്കുക. ചിക്കനെ ഒരു മീറ്റ് നമ്മൾ ആ ബോണിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഷ്രെഡ് ചെയ്ത ചിക്കൻ എന്ത് ചെയ്യുക, നമ്മൾ ആ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സൂപ്പിലോട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സൂപ്പിന് കുറച്ചും കൂടെ ഫ്ലേവേർഡ് ആക്കണമെങ്കിൽ ശരിക്കും നമുക്ക് സോസസ് യൂസ് ചെയ്യാവുന്നതാണ്. ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഇന്ന് എടുത്തിട്ടുള്ളത് ടൊമാറ്റോ കെച്ചപ്പാണ്. സോ അത് നമ്മളൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ആ മാറ്റി വെച്ചിരുന്ന കോൺ സ്റ്റാർച്ച് ആ ഒരു മിക്സ്ചറും കൂടെ ചേർത്ത് കൊടുക്കുക. പല തവണയായിട്ട് ചേർത്ത് കൊടുക്കുക. ഓരോ തവണ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴും നമ്മുടെ സൂപ്പ് കുറച്ചും കൂടെ ഒന്ന് ഒരു കട്ടിയായി വരുന്നത്, നമുക്ക് തിക്നെസ് വെച്ച് വരുന്നത് നമുക്ക് കാണാൻ കൺസിസ്റ്റൻസിയിൽ. അപ്പം നമ്മുടെ സൂപ്പ് നോർമലായിട്ട് ഒരു വാട്ടറി അല്ല, കുറച്ചൊരു തിക്നെസ്സിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ശേഷം നമ്മളിനി ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ശേഷം ഇനി ലാസ്റ്റായിട്ട് നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു എഗ്ഗും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, അത് ആഡ് ചെയ്ത് ഉടനെ തന്നെ നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അന്നേരം കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് നമുക്ക് വരുന്നതായിരിക്കും. ശരിക്കും ഈ ഒരു സൂപ്പ് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. എല്ലാ പ്രോസസ്സും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും മുട്ടയും കറക്റ്റ് ആ ഒരു ഇതിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ശേഷം ഇനി അതൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് ബോയിലാവട്ടെ അവിടെ ഇരുന്നിട്ട് തന്നെ. അപ്പോഴത്തേനും നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഗാർണിഷ് പോലെ തന്നെ. അപ്പോൾ അതും ഒന്ന് മിക്സ് ചെയ്ത്
അത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പ്. ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ച് തിക്നെസ് ആയിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് നമുക്ക് സൂപ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിള്ളേർക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു കടയിലെ അതേ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള സൂപ്പ് നമ്മുടെ വീട്ടിലും കിട്ടിയിരിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്.